വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിൽ 1-ാം ചോദ്യം. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ആര് മുഖം നോക്കുന്നവനല്ലല്ലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 2. യേശു ദേവാലയം ശുദ്ധമാക്കിയത് ഏത് സമയത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പെസഹ തിരുനാൾ സമയത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 3. നിന്റെ പ്രവൃത്തികൾക്ക് ആര് പ്രതിഫലം നൽകും? നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ആരാണ് മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. യേശു ആരാണെന്ന് സ്വയം പറഞ്ഞു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുനരുദ്ധാനവും ജീവനും. ക്വസ്റ്റ്യൻ നമ്പർ 6. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ബെഥാനിയയിലേക്ക് വന്നത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 7. സൂര്യനെ കീഴെ ന്യായപീഠത്തിന് പോലും നീതി പുലരേണ്ടത് എന്ത് കുടികൊള്ളുന്നതാണ് കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തിന്മ. ക്വസ്റ്റ്യൻ നമ്പർ 8. റൂത്തിനോട് സന്തോഷകരമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരുടെ കടമയാണെന്നാണ് നവോമി പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 9. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ആർക്കാണ് ധനികനായ ഒരു പുരുഷനുണ്ടായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 10. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 2-ാം വാക്യം പ്രകാരം ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മരിച്ചുപോയവർ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഗലാത്യർ 6-ാം അധ്യായം 16-ാം വാക്യം അനുസരിച്ച് ആർക്കാണ് ശരീരത്തെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് മറ്റുള്ളവരെ പരിച്ഛേദിതരാക്കാൻ അവർ ആഗ്രഹിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിച്ഛേദനം സ്വീകരിച്ചവർ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഏത് ദേശത്തുകാരിയായിരുന്നു റൂത്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മോവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ആരാണ് ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുമ്പോൾ വിസ്മയിക്കാതിരിക്കേണ്ടത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിരീക്ഷകൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അഭിലഷിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 15. ആരാണ് സാമുവേലിനോട് കർത്താവിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 16. റൂത്ത് ആരുടെ കൂടെയാണ് മോവാബിൽ നിന്നും വന്നതെന്ന് ഭൃത്യൻ ബോവാസിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 17. ബേത്സൈദ എന്ന പേര് ഏതു ഭാഷയിലായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹെബ്രായ ഭാഷ. ക്വസ്റ്റ്യൻ നമ്പർ 18. ആരാണ് തന്റെ നാശത്തിനു മുതൽ സൂക്ഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമ്പന്നൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗലാത്യർ 6-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് ആരാണ് പരസ്പരം പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസികൾ. ക്വസ്റ്റ്യൻ നമ്പർ 20. ആരാണ് വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിച്ചാൽ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഗലാത്യർ 6-ാം അധ്യായം 11-ാം വാക്യം അനുസരിച്ച് ആരാണ് വലിയ അക്ഷരങ്ങളിൽ എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആരാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവവിശ്വാസി. ക്വസ്റ്റ്യൻ നമ്പർ 23. ഗലാത്യർ 6-ാം അധ്യായം 6-ാം വാക്യം അനുസരിച്ച് വചനം പഠിക്കുന്നവൻ തനിക്കുള്ള നല്ല വസ്തുക്കളുടെ പങ്ക് ആർക്കാണ് നൽകേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അധ്യാപകന്. ക്വസ്റ്റ്യൻ നമ്പർ 24. ആത്മാവിൽ നിന്ന് എന്ത് കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഗലാത്യർ 4-ാം അധ്യായം 24-ാം വാക്യം അനുസരിച്ച് 2 ഉടമ്പടികളെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2 സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 26. സഭാപ്രസംഗകൻ 2-ാം അധ്യായം 24-ാം വാക്യം അനുസരിച്ച് ആരുടെ കരങ്ങളിൽ നിന്നുള്ളതാണ് എല്ലാ നല്ല കാര്യങ്ങളും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 27. ദൈവം ആർക്കൊപ്പം ഉണ്ടാകാതെ ഒരുവനും അടയാളങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് നിക്കോദേമോസ് പറഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനൊപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 28. ആരുടെ ആലയത്തിന്റെ വാതിലുകളാണ് സാമുവൽ തുറന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്റെ ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 29. ബോവാസിനോട് ഞാൻ നിന്റെ ദാസിയായ റൂത്താണ് എന്ന് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 30. റൂത്ത് 2-ാം അധ്യായം 19-ാം വാക്യം അനുസരിച്ച്
എവിടെയാണ് താൻ ജോലി ചെയ്തതെന്ന് റൂത്ത് ആരോടാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 31. അവന്റെ ഡാഷ് കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഏശയ്യ ഇങ്ങനെ പ്രസ്താവിച്ചത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 32. ആരാണ് ഫിലിസ്തീർ തിരിച്ചയച്ച കർത്താവിന്റെ പേടകം ഏറ്റെടുക്കാൻ പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കിരിയാത്യയാറിമിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും ഡാഷ് ആയതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വേദനാജനകം. ക്വസ്റ്റ്യൻ നമ്പർ 34. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ വന്ന ബന്ധുവിനെ ബോവാസ് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കുറച്ചുനേരം ഇരിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. റൂത്തിനോട് സന്തോഷകരമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത് ആരുടെ കടമയാണെന്നാണ് നവോമി പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 36. പൗലോസ് യഹൂദ മതത്തിലായിരുന്നപ്പോൾ ആരെയാണ് പീഡിപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിന്റെ സഭയെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഗലാത്യർ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആര് ആർക്കു വേണ്ടിയാണ് വീണ്ടും ഈറ്റുനോവ് അനുഭവിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ് ഗലാത്യർക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 38. റൂത്തിനോട് സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരുടെ കടമയാണെന്നാണ് നവോമി പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ആരെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ലെന്ന് ഹന്ന പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ആരുടെ പേടകമാണ് ഫിലിസ്തീർക്ക് നാശം വരുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 41. ആരാണ് മൂന്നാമതും സാമുവലിനെ വിളിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശു പറഞ്ഞു, മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും. എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അദ്ദേഹം ക്രൂശിക്കപ്പെടുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ എന്തു പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാല. ക്വസ്റ്റ്യൻ നമ്പർ 44. അവർ കല്ലുകൾ എടുത്തു എന്നത് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ഏത് വചനത്തിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 8-ാം അധ്യായം 59-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 45. എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കളില്ലാതിരുന്നത് ആർക്കായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ
46. സ്ഥിരീകരിച്ച ഉടമ്പടി ആരും എന്ത് ചെയ്യാറില്ല? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അസാധുവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 47. വെളിച്ചത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ലാത്തത് എന്തിന്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇരുൾ. ക്വസ്റ്റ്യൻ നമ്പർ 48. ആരുടെ അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനിയായ മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. നവോമിയും കുടുംബവും എത്ര വർഷക്കാലം മോവാബിൽ താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശു കൃതജ്ഞതാ സ്തോത്രം ചെയ്തത് ഏത് വസ്തുവിനോടാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 51. യേശു പിന്നീട് രോഗിയെ എവിടെയാണ് കണ്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. ഹന്ന എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. ആരുടെ ഭൃത്യനാണ് പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി മാംസമെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയുടെ പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഡാഷ് ഉള്ളവനായിരിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സൂക്ഷ്മത. ക്വസ്റ്റ്യൻ നമ്പർ 55. എന്താണ് നേരെയാക്കാൻ ആർക്കും കഴിയാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വളഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇസ്രായേലിൽ നിലനിന്നിരുന്ന ആചാരപ്രകാരം ആരാണ് ചെരുപ്പൂരി നൽകേണ്ടിയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 57. എല്ലാം കേട്ട ശേഷം ഏലി എന്താണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 58. ആരെ ശകാരിക്കരുത് എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് കൽപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റൂത്തിനെ. ക്വസ്റ്റ്യൻ നമ്പർ 59. ഏലിയുടെ പുത്രന്മാരുടെ പാപം ആരുടെ സന്നിധിയിലാണ് ഗുരുതരമായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 61. സാമുവൽ എന്ത് ബലിയാണ് കർത്താവിന് അർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആട്ടിൻകുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 62. വൈകുന്നേരം ശിഷ്യന്മാർ എവിടേക്ക് പുറപ്പെട്ടു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കബർനാം. ക്വസ്റ്റ്യൻ നമ്പർ
63. സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, ഡാഷ് ഒരു കാലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമാധാനത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശു പീലിപ്പോസിനോട് ചോദിച്ചത് എന്തിന്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവനെ പരീക്ഷിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 65. ക്രിസ്തു നമ്മെ എന്തിലേക്കാണ് മോചിപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്വാതന്ത്ര്യം. ക്വസ്റ്റ്യൻ നമ്പർ 66. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എവിടെ എത്തി? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഥാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഗലാത്യ 6-ാം അധ്യായം 21-ാം വാക്യം അനുസരിച്ച് ആരുടെ കൃപയാണ് സഹോദരങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 68. ഡാഷ് ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മെതിക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. ഗലാത്യർ 4-ാം അധ്യായം 30-ാം വാക്യം അനുസരിച്ച് വിശുദ്ധ ലിഖിതം ആരെയും ആരുടെ പുത്രനെയും നീക്കം ചെയ്യാൻ പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹാഗാറിനെയും ഇഷ്മായേലിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 70. ഭൃത്യന്മാർ രാജസേവകനെ എവിടെ കണ്ടു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിമധ്യേ. ക്വസ്റ്റ്യൻ നമ്പർ 71. കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ മർത്ത എന്ന് പറഞ്ഞു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 72. ആരാണ് അടുത്ത ബന്ധുവിന്റെ കടമ നിർവഹിക്കാമെന്ന് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ദൈവരാജ്യം കാണാൻ കഴിയാത്തവർ ആരാണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വീണ്ടും ജനിക്കാത്തവർ. ക്വസ്റ്റ്യൻ നമ്പർ 74. പൗലോസിനോടൊപ്പം ജെറുസലേമിലേക്ക് പോയ ഗ്രീക്കുകാരൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തീത്തോസ്. ക്വസ്റ്റ്യൻ നമ്പർ 75. കാരണം അത് മിഥ്യയിൽ ജനിച്ച് ഡാഷ് പോകുന്നു, അതിന്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അന്ധകാരത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 76. ആരുടെ അടുത്തേക്കാണ് പശുക്കൾ നേരെ പോകുന്നതെന്ന് നിരീക്ഷിക്കാനാണ് ഫിലിസ്തീനോട് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബെത്ഷെമെഷ്. ക്വസ്റ്റ്യൻ നമ്പർ 77. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ എന്തുണ്ട്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവകോപം. ക്വസ്റ്റ്യൻ നമ്പർ 78. 46 സംവത്സരം എന്നത് എവിടെ പ്രതിപാദിക്കുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആലയം പണിയുവാനെടുത്ത കാലം. ക്വസ്റ്റ്യൻ നമ്പർ 79. ദൈവത്തിന്റെ പെട്ടകം കൂടാരത്തിലെത്തിയപ്പോൾ ആർത്തു വിളിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. സൃഷ്ടിച്ചവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്തപ്പോൾ സഭാപ്രസംഗകന് എന്തു ബോധ്യപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 81. ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും ഡാഷ് ചെയ്യുകയോ ചെയ്യാറില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൂട്ടിച്ചേർക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 82. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്നുണ്ടായ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്താണെന്ന് മനസ്സിലാക്കിയത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്തീയർ. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അതെവിടെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭൂമിയിലെങ്ങും. ക്വസ്റ്റ്യൻ നമ്പർ 84. എത്ര വർഷത്തോളം കർത്താവിന്റെ പേടകം അഭിനാദാബിന്റെ വീട്ടിലിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 85. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ഡാഷ് ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 86. യേശുവിനൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 87. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നവർ ആര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമജ്ഞരും ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 88. ആരാണ് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുതെന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 89. ആരാണ് തന്റെ ചെരുപ്പൂരി ബോവാസിന് കൊടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 90. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് എവിടേക്ക് പോവുക? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദയായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 91. ആര് റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 92. യേശു പറഞ്ഞ യഥാർത്ഥ അപ്പം എവിടെ നിന്നാണ് വരുന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്വർഗത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 93. സഭാപ്രസംഗകന് മുൻപുണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ കൂടുതൽ എന്താണ് താൻ സമ്പാദിച്ചത് എന്ന് സഭാപ്രസംഗകൻ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജ്ഞാനം.
ക്വസ്റ്റ്യൻ നമ്പർ 94. ഗലാത്യർ 4:16 അനുസരിച്ച് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ആര് ഗലാത്യരുടെ ശത്രുവായി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 95. ഗലാത്യർ 6:11 അനുസരിച്ച് ആരാണ് വലിയ അക്ഷരങ്ങളിൽ എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 96. നിങ്ങളും വഞ്ചിതരായോ എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 7 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 97. സഭാപ്രസംഗകൻ 5:4 അനുസരിച്ച് ആരിലാണ് ദൈവത്തിന് പ്രീതിയില്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മൂണ്ടന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരുടെ കാലത്താണ് കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗലാത്യ 4:19. ക്വസ്റ്റ്യൻ നമ്പർ 100. നവോമി മോവാബിൽ നിന്ന് തിരികെ പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം ജനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. നന്ദി. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.